അപ്പോഴേ നമ്മളിന്ന് നിൽക്കുന്നത് നമ്മളെ സിദ്ദിഖാക്കാന്റെ വീട്ടിലാണ്. സിദ്ദിഖാക്കാന്റെ വീട് വേറെ എവിടെയല്ല, നമ്മളെ തിരൂര് കൂട്ടായി പണ്ടായി, അതായത് പടിഞ്ഞാറാക്കര, നമ്മളെ അഴിമുഖം വരുന്ന സ്ഥലത്ത് അല്ലേ. അതായത് നിളാനദിയും തിരൂർ പുഴയൊക്കെ ഒന്നായിട്ട് ചേരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ വേറൊരു വിശേഷം കൂടി ഉണ്ട്. നമ്മളെ പുലി വന്ന ഒരു ഏരിയ അല്ലേ. പുലിനെ കിട്ടിയിട്ടില്ല കേട്ടോ, പുലിനെ കിട്ടിയില്ല. പുലിനെ ഇനിയിപ്പോ മറ്റേ ഇവിടെ പിടിച്ചാല് നാട്ടുകാരിഞ്ഞ് പിടിക്കും അല്ലേ. അങ്ങനെയാണ് ഇപ്പൊ. അതായത് പുലി മിസ്സായിന്ന് വെച്ചാൽ ഈ ഏരിയയിൽ എവിടെ ഉണ്ട്, എന്തായാലും പുലിനെ കിട്ടിയില്ല. ഇപ്പൊ നമ്മളിപ്പോ പകരം ഒരു പാമ്പിനെ പിടിച്ച് കൊണ്ടുപോവുകയാണ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത പാമ്പാണ്. ഇതിപ്പോ നമ്മളെ ചങ്കുപ്രോ എന്തായിരുന്നു മുബാറക്കാണ് നമ്മളെ വിളിച്ചത്. മുബാറക്ക ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിട്ട് മൂർഖനാണോ ചേരയാണോ എന്ന് കൺഫേം ആക്കിയതിന്റെ ശേഷമാണ് നമ്മളെ വിളിച്ചത്. എന്തായാലും നമ്മൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂർഖനാണ്. നമ്മൾ അവിടെ വിറക് പുരയിലാണ് അല്ലേ. വിറക് പുരല്ല, വിറക് കൂട്ടിയിട്ട സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട. ഒന്നാമത് ഈ കറണ്ട് ഇല്ല, ഇവര് കറണ്ട് സെറ്റാക്കി തരുന്നുണ്ട്. എവിടെ എന്തായിരുന്നു സെറ്റായാ? എന്തായിരുന്നു എന്റെ പേരെന്തായിരുന്നു? അപ്പൊ മുബഷീറേ. അപ്പൊ നമ്മളെ കറണ്ടൊക്കെ തന്ന മുബഷീറിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. എടുത്തോടാ, അന്റെ എടുത്തോടി. എവിടാ ഇതേട്ടാ നമ്മളെ ഇത് കറണ്ട് തന്നാള്. ഇത് നമ്മളെ ഹെൽപ്പർ വേറെ നാസിഫ് കാക്കയാണ് കേട്ടോ. നല്ല അതായത് ഇവിടുത്തെ ഒരു നാടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഹാപ്പിനെസ് എന്നല്ല, ചങ്ക് വരെ പറിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് അല്ലേ. അതല്ല നല്ല അനുഭവം ഉള്ളതാണ്. അപ്പൊ അത് പ്രത്യേകം പറയേണ്. കേബിൾ പോട്ടെ ലൈറ്റൊക്കെ കത്തി. പോയിലേക്ക് വേണ്ടില്ല. എടാ കുട്ട, എന്റെ കുട്ടനെ പറഞ്ഞില്ല. ഇവിടെ വാ ഇവന്റെ വീടാണ്. അപ്പൊ അത് പാമ്പിന്റെ കൊച്ചു മുതലാളിയാണ്. അവന്റെ ചെങ്ങാനെ കൊണ്ടുപോട്ടെ, കുറിച്ചുകൊണ്ടോട്ടെ. അവൻ എന്തായിരുന്നു എന്റെ പേരെന്തായിരുന്നു? ഷൈബിൻ കാക്കയാണ് കേട്ടാ. അപ്പൊ എന്താ പറയാ, അപ്പോഴേ നമുക്ക് സമയം കളയുന്നില്ല. നമ്മള് സംസാരിച്ചിട്ട് ഏകദേശം 11:30 ആവാനായി. അപ്പൊ ഇനിയിപ്പോ ഇത് പിടിച്ച് ഇനി ഉറങ്ങിയേ നിവർത്തിയുള്ളൂ. അപ്പൊ എവിടെ എന്റെ ക്യാമറമാനോടെ അപ്പൊ നമ്മളെ ഇന്നത്തെ ക്യാമറമാൻ നമ്മളെ സ്ഥിരം ക്യാമറമാൻ തന്നെയാണ്, മിസ്റ്റർ അഖിൽ സാറാണ്. കൊള്ളാക്കുമെന്ന് അറിയില്ല. പിന്നെ ഈ കേബിള് ഞാൻ നടക്കുന്നോടൊന്നും മാറ്റണം. കയ്യേറ്റ് പിടിച്ചേക്കാൻ പറ്റില്ല. അഥവാ പാമ്പ് അത് അവിടെ കെട്ടിക്കോന്ന് പറഞ്ഞ പാവം പറഞ്ഞത് അതിട്ട് പായണോ. നമുക്ക് അനുഭവം ഉള്ളതാണ്. എടാ അങ്ങനല്ലടാ, മേലൊക്കെ ആക്കടേ, മേലത്തേലിടാ, മേലത്തേല് ഒന്ന് വിട്ടുന്ന് കൊടുക്കിട്ട് അങ്ങ് ആള് അവിടെ ഈ കയറൊക്കെ ഉള്ളതാണ്. നമ്മളാള് ഇതാ കുട്ടപ്പനായിട്ട് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സൈസ് സാധനമാണ്. തല എവിടെയെന്ന് തോന്നുന്നല്ലേ. വാൽഭാഗം ബാക്കിയുള്ളതൊക്കെ നല്ല അസല് ചങ്ങായി ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും എങ്ങോട്ട് വലിയെന്ന് അറിയില്ല. വലിഞ്ഞാലാണ് സ്ഥലം കണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കോളാം. അങ്ങോട്ട് പോടാ, അങ്ങോട്ടന്നെ തല. ദമ്മ് സാധനമുള്ള അടച്ചാണ്. അങ്ങോട്ട് പോലെ അങ്ങോട്ട് പോലെ മാളുണ്ട് അവിടെ, മാളുണ്ട്. ഈ വണ്ടി എടുത്തോണ്ട് ഈ വലിയ വണ്ടി മാറി കൊടുക്കും. ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അയലൊക്കെ ഉണ്ട്, പെരലി കുടിക്കുന്നുണ്ട്. അത് എടുത്തു കൊടുക്ക്. ആ മുളക് ഇത് വരണോ സൗകര്യം ചെയ്ത് കൊടുക്ക്. അവിടെ കിടന്ന് ഊതണ്ടാജി. മഞ്ഞമുള
ഇതൊക്കെയാണ് ഈ ഫോണ്. ആ മുള വലിച്ചോ, ആ മുള വലിച്ചോ. എടാ, ഈ ലൈറ്റ് എടുക്കണം കേട്ടോ. ഇതെന്താ കോഴിക്കോടാ? നല്ല കാലം ഉണ്ട് കേട്ടോ. വേഗം വാ, ടൈം എടുക്കല്ലേ, എനിക്ക് കാണൂല അവിടെ. വന്നാ നല്ല പൈസ അല്ലേ? മിഷൻ സക്സസ്. ഒരു മുതല് മുന്നിക്ക് വരുമ്പോ ഞങ്ങളുടെ ചേച്ചി അടിച്ചു കൊടു. ഫ്രൈ ആക്കി അടിക്കാം. എനിക്ക് വെക്കണം എവിടേക്കെങ്കിലും. ആരും വർഗാരുടെ അവിടെ കൊള്ളു ചാട്ടം കൊണ്ട് അവിടെ ആരും പോകും. താഴ്ത്തി വെച്ചോ, അത് വീട് വീട്. ഇല്ല, അത് കുഴപ്പമില്ല. അപ്പോഴേ നമ്മളെ സിദ്ദീഖാക്കാന്റെ സെറ്റ് സാധനം അല്ലേ, കിടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 കിടിലൻ സാധനമായിരുന്നു. അല്ലേ, കിടിലൻ സാധനത്തിന് നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്ത് നമ്മൾ വിചാരിച്ചിട്ടില്ല ഇത്ര സിമ്പിളായിട്ട് കിട്ടും എന്നുള്ളത്. സിമ്പിളായിട്ട് കിട്ടുന്നല്ല, സിമ്പിളായിട്ട് കിട്ടിയായിരിക്കും, പക്ഷേ സിമ്പിളായിട്ട് കയറും എന്നുള്ളത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. താങ്ക് യു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് വരാൻ, അതായത് നമുക്ക് ഈ ഒന്നാമത് ഇവിടെ ലൈറ്റ് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് ആ ലൈറ്റ് വരാനുള്ള ഒരു ഗ്യാപ്പും കൂടെ നമ്മൾ കൊടുത്തത്. അതുകൊണ്ടാണ് അവിടെ നിർത്തിയത്. കാരണം പാമ്പ് കുറച്ചൊരു അഗ്രസീവാണ്. അപ്പോൾ നമുക്ക് ലൈറ്റ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഒറ്റ ലൈറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആക്കിയത്. അപ്പോൾ എന്തായാലും ആർക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ സിദ്ദീഖാക്കാന്റെ പാമ്പിനെ നമ്മൾ പിടിച്ച് നമ്മളെ ബാഗിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ എല്ലാരും ഉണ്ട് കേട്ടോ. നമുക്ക് ഇതാ അല്ല മുബാറക്കൊക്കെ പറയും എന്തായാലും. ഇവിടെ എല്ലാരും ഉണ്ട്. എവിടെ എന്റെ ക്യാമറമാൻ? ഇവിടെ മുന്നിലോട്ട് കടന്നു വരും. ആരും കിട്ടിയില്ല. നമ്മളെ ക്യാമറമാനൊക്കെ സൂപ്പർ ആയിരുന്നു എന്നുള്ളത് തോന്നണേ. പിന്നെ എന്തായാലും സഹകരിച്ചിങ്ങനെ, എല്ലാരും സഹകരിച്ചിങ്ങനെ. നമ്മളെ ലൈറ്റ് നമ്മൾ സഹകരിച്ച് മറ്റാളുണ്ട് അവിടെ. ആ കുട്ടിയോട് പറഞ്ഞയക്കണം. ഇങ്ങോട്ട് വന്നാ ഇതാണ് നമ്മളെ ലൈറ്റ് എന്ന് സഹായിച്ച കുട്ടന്. അവരാ വിളിച്ചിരിക്കുന്നത് പെണ്ണുങ്ങള്. കുഴപ്പമില്ല. പിന്നെ എന്താ പറയാൻ നിങ്ങൾക്ക്? പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വിളിച്ചപ്പോ എത്രയും പെട്ടെന്ന് വരാൻ പറ്റിയ മനസ്സിന് നമ്മള് ആദ്യം നമ്മൾ വിളിച്ച അവിടെ തന്നെ ഇവിടെ എത്താനും ഇതിനെ പിടിക്കാനും പറ്റിയ സന്തോഷം. ഒന്നാമത് എന്താ വെച്ചാൽ നമ്മള് മാക്സിമം രാത്രി കാലങ്ങളിൽ വിളിച്ച കോളുകൾ മാക്സിമം പോയി കൊടുക്കലുണ്ട്. കാരണം വെച്ചാൽ അത്ര ബുദ്ധിമുട്ടിട്ടാവും ഈ രാത്രി കാലങ്ങളിൽ വിളിക്കുക. ചിലപ്പോ വീട്ടിന്റെ ഉള്ളിൽ കയറിയ പാമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൈക്കുഞ്ഞറ്റൊക്കെ പുറത്തു നിന്നിട്ട് നമുക്ക് കോളുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ചെല്ലണ സമയത്ത് കുട്ടികൾക്ക് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ വിളിച്ച പാട് നമ്മൾ പോയി കൊടുക്കലുണ്ട്. എന്തെന്നായാലും എന്താ പറയാ, നമുക്ക് ഇവരെ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഇവിടെ ഒരു ഭീകര അന്തരീക്ഷം വരുത്തിയ പുലിനെ എത്രയും പെട്ടെന്ന് ട്രാപ്പിലാക്കാൻ പറ്റട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന അല്ലേ തന്നെ. അപ്പൊ നമ്മളന്നത്തെ ഈ റെസ്ക്യൂടെ അവസാനിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളന്നത്തെ വീഡിയോടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ഓക്കെ, താങ്ക് യു. സന്തോഷം കൊണ്ടാണ്.